നമസ്കാരം. പുതിയ മുഖ്യമന്ത്രി വന്നതോടെ പഴയ ശീലങ്ങൾക്ക് വേണ്ടി ചില പോലീസ് ഓഫീസർമാർ ഓടിയെത്തി. പഴയ ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ കാട്ടുകള്ളനായ മാഫിയ തലവൻ പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് 10 വർഷമായി കേരളത്തിൻ്റെ റോഡുകളെയെല്ലാം അവിടെയുള്ള ജനങ്ങളെയെല്ലാം ബന്ദിയാക്കിക്കൊണ്ടുള്ള യാത്രയായിരുന്നു. 41 പോലീസ് വണ്ടികളുടെ അകമ്പടിയോടെ, ആംബുലൻസിൻ്റെ സഹായത്തോടെ, ഫയർ സർവീസിൻ്റെ സഹായത്തോടെ എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്ന പോലെയായിരുന്നു പിണറായി വിജയൻ്റെ യാത്ര. അവിടെയുള്ള ജനങ്ങളെയെല്ലാം ബന്ദിയാക്കി വെക്കും. അവിടെയുള്ള ആളുകളെ സഞ്ചാര സ്വാതന്ത്ര്യവും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അടക്കം നിർത്തിവെച്ച് ആൾ എത്താനും വേണ്ടില്ല. പിണറായി പോകുമ്പോൾ, അതിലെ രാജാവ് പോകുമ്പോൾ വേറെ യാതൊരു മാർഗവും ഇല്ല ആൾക്കാർക്ക് പോകാൻ. ഇത് കേരളത്തിൻ്റെ നിത്യസംഭവമായിരുന്നു. പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കാൻ പിണറായി വിജയൻ തന്നെ കാരണമായിട്ടുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുഖ്യമന്ത്രി, ജനങ്ങൾ സംരക്ഷണം ഏർപ്പെടുത്തും. അങ്ങനെയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സിൻസിയറാണ്. അവരുടെ നേതാവിനെ അവർ സംരക്ഷിച്ചുകൊള്ളും. അതാണ് ഇ കെ നായനാരും, അതാണ് വി എസ് അച്യുതാനന്ദനും, അതാണ് EMS നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ പിണറായി വിജയൻ വന്നതോടെ കാട്ടുകള്ളനായതുകൊണ്ട്, മാഫിയ തലവനായതുകൊണ്ട്, താൻ ചെയ്യുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഏത് സമയത്തും പിടിക്കപ്പെടാം, താൻ കൊല ചെയ്തിട്ടുള്ള ആളുകളെ ആരെങ്കിലും വഴിക്കിൽ തങ്ങി തനിക്കെതിരെ ആക്രമിക്കാം എന്നുള്ള പേടിയോടെ വലിയ പോലീസ് സംവിധാനത്തിലാണ് കഴിഞ്ഞ 10 വർഷമായി യാത്ര ചെയ്യാറ്. ഇത് സ്ഥിരം പരിചയമായിട്ടുള്ള നമ്മുടെ പോലീസ് സംവിധാനം നേരെ VD സതീശൻ അത് ഏർപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോലീസ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു, ഇനി മേലിൽ എസ്കോർട്ടും വേണ്ട, വേറെ യാതൊരു സംവിധാനവും വേണ്ട എന്ന് പറയുമ്പോൾ ഈ പോലീസ് സംരക്ഷണം വേണ്ട, 10-41 വണ്ടി പോലീസും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട എന്ന് കൃത്യമായി പറയുകയുണ്ട്. അതായത് ഒരു ജനകീയനായ മുഖ്യമന്ത്രിയാണ് മിന്നൽ വേഗത്തിൽ തീരുമാനമെടുത്തത്. ഈ കഴിഞ്ഞ കാലം മുഴുവൻ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച, ജനങ്ങളെ ബന്ദിയാക്കിയ, പിണറായി വിജയൻ ബന്ദിയാക്കിയ കേരളത്തിലെ ജനങ്ങളെ ആ തീരുമാനം ഒറ്റ നിമിഷം കൊണ്ടാണ് അദ്ദേഹം എടുത്തത്. അതായത് ക്യാബിനറ്റ് കൂടിയില്ല, സത്യപ്രതിജ്ഞ ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ പോലീസിനോട് നയം വ്യക്തമാക്കി, ഞാൻ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. നിങ്ങൾക്കറിയാലോ, ഈ കഴിഞ്ഞ ദിവസം എന്നെ തള്ളാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങളാണ് എന്നെ രക്ഷിച്ചിട്ടുള്ളത്, ജനരോഷം കൊണ്ടാണ് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടുള്ളത് എന്ന് പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം. കാരണം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയത്. അതായത് VD സതീശന് സംരക്ഷണം ഒരുക്കുന്നത് ജനങ്ങളാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തുള്ളത്, അല്ലാതെ ഹൈക്കമാൻഡ് പോലുമല്ല. ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ഇവിടുത്തെ 102 സീറ്റുകളിലേക്ക് അദ്ദേഹം UDF വിജയിപ്പിച്ച്, അങ്ങനെ ജയിപ്പിച്ച് ഇവിടെ എത്തിച്ചപ്പോൾ എന്താ ഉണ്ടായത്? അദ്ദേഹത്തെ തട്ടിമാറ്റി മുകളിൽ നിന്ന് KC വേണുഗോപാലിനെ കെട്ടിയിറക്കാനും അങ്ങനെ മുഖ്യമന്ത്രിയാക്കാനും ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ജാതി മതത്തിനപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങി ഇത് നീതി നിഷേധമാണ് എന്ന് പറഞ്ഞിറങ്ങി. അങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി. അതായത് ജനങ്ങളുടെ സംരക്ഷണത്തിൽ ജനങ്ങളാണ് ഇവിടുത്തെ ദാസൻ, ജനങ്ങളാണ് ഇവിടുത്തെ രാജാവ് എന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ് VD സതീശൻ. ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനം ജനങ്ങളാണ്. ജനങ്ങൾ സംരക്ഷണം നൽകിയാൽ മാത്രമേ, ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനാവൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിയ VD സതീശനെ കേരളത്തിലെ ജനങ്ങളാണ് തലയിലേറ്റിയത്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കാൻ തയ്യാറായത്. അതിന് ആദ്യത്തെ തെളിവാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയയുടൻ തന്നെ പോലീസ് സംവിധാനം കംപ്ലീറ്റ് ഒഴിവാക്കിയത്. ജനങ്ങളെ ബന്ദിയാക്കുന്ന പരിപാടി ഒഴിവാക്കിയത് മാത്രമല്ല, ആ പ്രേതം കടന്നുകൂടാതിരിക്കാൻ വേണ്ടി ഒരു കാർ തന്നെ മേടിച്ചിരുന്നു പിണറായി വിജയൻ. കറുത്ത പെയിന്റ് അടിച്ച, കറുത്ത കൂളിംഗ് ഗ്ലാസിൽ ആരും കാണാതെ പറന്നു പോകുന്ന പ്രേതങ്ങൾ കയറാതിരിക്കാൻ ക്ലിഫ് ഹൗസിൽ പ്രേതങ്ങളും ഭൂതങ്ങളും എല്ലാം ഉണ്ട്. അവിടെ മുമ്പ് ആയിരിക്കും കൊന്നിട്ടുണ്ട്, സ്ത്രീകളെ, പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട്, അതിന് പ്രേതങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവ ഏത് സമയത്തും ആക്രമിക്കാം. മരത്തിന്റെ മുകളിൽ വരാം, അല്ലെങ്കിൽ മരച്ചില്ലകളിൽ വരാം, വീടിന്റെ മുകളിൽ വരാം. അതിനെ ഒഴിവാക്കാനുള്ള മന്ത്രവാദികളെ കൊണ്ട് അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തപ്പം വീണ്ടും വെളുത്ത കാറിലും കയറാം, അതുകൊണ്ട് കറുത്ത കാറിൽ സഞ്ചരിക്കണമെന്നായിരുന്നു പിണറായി വിജയനോട് പറഞ്ഞിരുന്നത്. അത് പ്രകാരം കാളികോളി മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തോടെ അദ്ദേഹത്തെ കറുത്ത കാറിലാണ് സഞ്ചരിക്കാറുള്ളത്. ജനങ്ങളിൽ നിന്ന് അകലാനും പ്രേതങ്ങളിൽ നിന്ന് അകലാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ആ കറുത്ത കാറിൽ സഞ്ചരിക്കുന്ന നമ്മുടെ VD സതീശൻ പറഞ്ഞിരിക്കുന്നത്, ജനകീയ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അങ്ങനെ വേണ്ട, ഞാൻ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, എനിക്ക് സാധാരണ പോലെയുള്ള ഇന്നോവ കാറ് മതി, അതേപോലെ ഈ വില പിടിച്ചതോ ഇങ്ങനെ സംവിധാനങ്ങളൊന്നും വേണ്ട, സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ട, ജനങ്ങളെ
കിംവദന്തികളാക്കുന്ന കാര്യം വേണ്ട. അതായത് പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള അജണ്ടകൾ, താൻ രാജാവാണ്, കൊമ്പത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്, ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ ജനങ്ങളുടെ മുഖ്യമന്ത്രി, ജനങ്ങളോടൊപ്പം നടക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് തെളിയിച്ചുകൊണ്ട് ആദ്യത്തെ തീരുമാനം വന്നിരിക്കുന്നത്. അതെ, ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ, ഉമ്മൻചാണ്ടിയേക്കാൾ ജനകീയനായി ആദ്യത്തെ കാൽവെപ്പ് തന്നെ വി.ഡി. സതീശൻ നടത്തിയിരിക്കുന്നു. അതായത് ജനങ്ങളെ ബന്ദിയാക്കിക്കൊണ്ട്, ജനങ്ങളെ ഒരു സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ഒരു പരിപാടിയുമില്ല. അവരുടെ നന്മയാണ്, അവർക്ക് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇവിടെ ഭരിക്കുമ്പോൾ, ഞാൻ ഇവിടെ മുഖ്യമന്ത്രി ആകുമ്പോൾ ജനങ്ങളുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അല്ലാതെ ജനങ്ങളിൽ നിന്ന് അകന്ന് 10-41 പോലീസ് വണ്ടിയുടെ, ആംബുലൻസിന്റെ, അതേപോലെ ഫയർ സർവീസിന്റെ സഹായത്തോടെ ഒരു ദുരന്തമായി പോകാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫസ്റ്റ് കയ്യടി നമുക്ക് കൊടുക്കാം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളുടെ കമന്റ് ഇതിനകത്ത് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ ഒരു കാലമാണ്. നീതിക്ക് വേണ്ടി പോരാടിയ ക്രൈമിന്റെ ഒരു വിജയം കൂടിയാണ് ഈ UDFന്റെ വിജയം. കാരണം നമുക്കറിയാം, 5 വർഷം എന്നെ ഏതെല്ലാം വിധത്തിലാണ് വേട്ടയാടിയിട്ടുള്ളതെന്ന് നമുക്കറിയാലോ. ഈ ദുരന്തപൂർണമായ ഈ പിണറായി ഭരണത്തെ എതിർത്തതിന്റെ പേരിലാണ്, അവരുടെ ഓരോ കഥകളും കൃത്യമായി പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ ജയിലിൽ അടച്ചിട്ടുള്ളത്. അതിലൊന്നും എനിക്കൊരു വിഷമമില്ല. കാരണം നാളെ നീതി നടപ്പിലാകും എന്ന് എനിക്കറിയാമായിരുന്നു. അതിൻ്റെ ഒരു വിജയമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ ആദ്യത്തെ വി.ഡി. സതീശന്റെ തീരുമാനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ സത്യത്തിന്റെ കൂടിയായിരിക്കും, നീതിയുടെ കൂടിയായിരിക്കും. നന്മ ചെയ്താൽ വി.ഡി. സതീശന്റെ കൂടെ നമ്മളുണ്ടാകും. നന്മ ചെയ്തില്ലെങ്കിൽ നമ്മൾ വി.ഡി. സതീശന്റെ കൂടെ ആയിരിക്കില്ല എന്ന് കൂടി നമുക്ക് ഇപ്പോഴേ പറയാം. അതുകൊണ്ട് വി.ഡി. സതീശൻ വളരെ കൃത്യമായി ജനങ്ങളുടെ ഹിതമനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രവർത്തനമായിരിക്കണം നടത്തേണ്ടത്. അതിന് ക്രൈം ഉണ്ടായിരിക്കും കൂടെ, അത് ജനങ്ങളും ഉണ്ടായിരിക്കും കൂടെ. ക്രൈമിന്റെ പ്രേക്ഷകർ ഇത്തവണ ഒറ്റക്കെട്ടായി UDFന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെ പലരും വിളിച്ചറിയിച്ചിട്ടുണ്ട്, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ മുന്നിട്ടിറങ്ങും എന്ന് പറഞ്ഞ് ഇപ്രാവശ്യം പ്രവർത്തിച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം.